തന്ത്രി കണ്ഠര രാജീവരെ ദ്വാരപാലക കേസിൽ കൂടി പ്രതിയാക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ തന്ത്രി അനുമതി നൽകിയെന്നും തിരികെ എത്തിക്കാൻ വൈകിയപ്പോഴും ഇടപെടലുണ്ടായില്ല എന്നുമാണ് SITയുടെ കണ്ടെത്തൽ. ദേവസ്വം ജീവനക്കാരുടെയും പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും മൊഴികളാണ് തന്ത്രിയെ കൊടുക്കാൻ കാരണമായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയുമായി അടുത്ത ബന്ധമെന്ന് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും മൊഴി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി സുനിൽ ലൈസക്ക് ചേരുകയാണ്. സുനിൽ, ഏറ്റവും നിർണായകമായ നീക്കമായിരുന്നു തന്ത്രിയെ കൂടി പിടികൂടുക എന്നത്. അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ദ്വാരപാലക കേസിൽ കൂടി പ്രതി ചേർക്കുകയാണ് SIT ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ തന്ത്രിക്ക് കുരുക്കായി ആരുടെയൊക്കെ മൊഴിയാണുള്ളത്? ജിൽസി സൈഫു, ഇതിൽ പ്രധാനമായും നമ്മൾ കാണേണ്ടത് 2007 തന്ത്രി കണ്ഠര രാജീവരുടെ അടുത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടകത്തിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന് എത്തുന്നത്. അവിടെ എത്തി അന്നു മുതൽ ഇവർ തമ്മിൽ വലിയ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് SITക്ക് കിട്ടിയിട്ടുള്ള മൊഴി. അതിൽ പ്രധാനമായും പത്മകുമാറും ഗോവർദ്ധനും അടക്കമുള്ള ആളുകൾ നൽകിയിട്ടുള്ള മൊഴിയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാവുന്നത്. നോക്കൂ, ഗോവർദ്ധൻ്റെ മൊഴി തന്നെ പറയുന്നത് ഒരു ഗോവർദ്ധൻ അവിടെ എത്തുമ്പോൾ ആ സമയത്ത് കണ്ഠര രാജീവരുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സ്വീകരിച്ചതെന്നും കണ്ഠര രാജീവരുമായി അത്രമേൽ വലിയ അടുത്ത ബന്ധം ഇയാൾക്കുണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള മൊഴികൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ ഇവർ തമ്മിൽ വലിയ അടുപ്പമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള മൊഴികൾ പ്രധാനമായും കിട്ടി. അതിനൊപ്പമാണ് പത്മകുമാറിൻ്റെ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ള മൊഴിയുണ്ടല്ലോ. പത്മകുമാർ പറയുന്നത് ദൈവതുല്യനായ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, അവർക്ക് ചില ബന്ധങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നുവെന്ന്. അതായത് ദൈവതുല്യൻ എന്നവർ ഉദ്ദേശിച്ചത് സ്വാഭാവികമായും ദൈവവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമുക്കറിയാം ശബരിമലയിൽ അയ്യപ്പനെ തൊഴുതു കഴിഞ്ഞാൽ ഭക്തർ പിന്നെ തൊഴുന്നത് മേൽശാന്തിയെയാണ്, അതുകൊണ്ട് തന്ത്രിയെയാണ്. അതുകൊണ്ട് അത്രമേൽ ദൈവത്തോടടുത്ത് നിൽക്കുന്ന ഒരാൾ, അങ്ങനെ അടുത്ത ബന്ധമുള്ള ആളുടെ ഇടപെടലാണ് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇടയാക്കിയതെന്ന മൊഴി പത്മകുമാറും നൽകിയിട്ടുണ്ട്. അതായത് തന്ത്രിക്ക് അറിയാമായിരുന്നു ഈ സ്വർണ്ണപ്പാളികൾ പുറത്ത് കൊണ്ടുപോകാൻ പാടില്ലെന്നും അവിടെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ നടത്തണമെന്നും അറിയാത്ത ആളല്ല തന്ത്രി. എല്ലാ ദിവസവും അവിടെ തന്ത്രി കോവിലിനുള്ളിലെത്തുമ്പോൾ അവിടെ ഈ സ്വർണ്ണപ്പാളി ഉണ്ടായിരുന്നില്ല, അവിടെ ചെമ്പ് തകിട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് തന്ത്രി. മാത്രമല്ല, ഈ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിയിട്ടില്ല, അത് തിരികെ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു എന്നറിയാവുന്ന ആളാണ് തന്ത്രി. പക്ഷേ ഇതൊന്നും തന്ത്രി ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല. അതായത് തന്ത്രിയുടെ കൃത്യമായ അറിവോടുകൂടിയാണ് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് പോയതും തിരികെ എത്താൻ വൈകിയതും അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം ഈ സ്വർണം ഉരുക്കിയതിന് ശേഷം ആ ഉരുക്കിയ സ്വർണം ദേവസ്വം ബോർഡിന് കിട്ടേണ്ടതായിരുന്നു. അങ്ങനെ കിട്ടാതിരുന്ന സ്വർണം പുറത്തുപോയി എന്നതാണല്ലോ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ. എന്തായാലും അതും തന്ത്രിക്ക് കൃത്യമായി അറിയാമായിരുന്നു. തന്ത്രിയുടെ അറിവോടുകൂടിയാണ് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുള്ളത് എന്ന മൊഴി കൂടിയുണ്ട്. അങ്ങനെ പത്മകുമാറിൻ്റെയും ഗോവർദ്ധനും അടക്കമുള്ള ആളുകളുടെ മൊഴിയാണ് ഈ കേസിൽ വളരെ നിർണായകമാവുന്നത്. അങ്ങനെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് SIT തന്ത്രിയിലേക്ക് എത്തുന്നതും ഇന്നലെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ചാണെങ്കിൽ താഴമൺ കുടുംബത്തിലേക്ക് പോലീസ് കയറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൂടി നമുക്കിതിനൊപ്പം ചേർത്ത് വായിക്കണം. ഉച്ചയോടുകൂടി SITയുടെ പ്രത്യേക സംഘം കണ്ഠര രാജീവരുടെ വീട്ടിൽ, ചെങ്ങന്നൂരിലെ വീട്ടിൽ പരിശോധന നടത്തുമെന്ന വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അത് സ്വാഭാവികമായും അത് വലിയ ഭക്തരെ സംബന്ധിച്ച് അവരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്നലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തന്ത്രിക്ക് തന്നെ ഈ ഇടപാടിൽ പങ്കുണ്ട്. ഇതിൽ കടത്തിയ സ്വർണം അടക്കമുള്ള സാധനങ്ങൾ അവരുടെ കുടുംബത്തിലേക്ക് മാറ്റിയിട്ടുണ്ടോ, എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്നറിയാൻ പോലീസ് അവിടേക്ക് പരിശോധനയുമായി എത്തുന്നു. അത്തരത്തിൽ ഉള്ള സംഭവ വികാസങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ചില നിർണായകമാവുന്ന ചില മൊഴികൾ, ആ മൊഴികൾ കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് SIT അറസ്റ്റിലേക്ക് പോകുന്നത്. അടുത്ത ദിവസം ഈ പത്മകുമാറിനെയും ഒപ്പം തന്ത്രി അടക്കമുള്ള ആളുകളെയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടക്കമുള്ള ആളുകളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യലിന് ഉള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ SIT ഉള്ളത്. അതിനായി കസ്റ്റഡി അപേക്ഷ തൊട്ടടുത്ത ദിവസം തന്നെ 3 പേരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ പ്രത്യേക അന്വേഷണ സംഘം നൽകുമെന്ന വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്.
അങ്ങനെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇനി അറിയേണ്ട കാര്യങ്ങളുണ്ട്. തന്ത്രിയിൽ അവസാനിക്കുമോ അന്വേഷണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അവിടെ നിന്ന് അന്വേഷണം മുകളിലേക്ക് പോകുമോ? മറ്റേതെങ്കിലും ഉന്നതർക്ക് ഈ സംഭവങ്ങളിൽ പങ്കുണ്ടോ എന്ന ചില ചോദ്യങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. അത്തരം ചോദ്യങ്ങൾക്കിടെ കൂടി മറുപടി ആയിരിക്കും വരും ദിവസങ്ങളിൽ SITയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. തീർച്ചയായും സുനിൽ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ഉച്ചയ്ക്ക് ശേഷം തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടത്തുന്നു SIT. താഴമൺ കുടുംബത്തിലേക്ക് SIT എത്തുന്നു. എന്ന് വെച്ചാൽ ഈ കട്ട മുതലിന്റെ അല്ലെങ്കിൽ സ്വർണം വിറ്റ പണത്തിന്റെ പങ്ക് ഇദ്ദേഹം പറ്റിയോ? അങ്ങനെയെങ്കിൽ അത് എങ്ങനെ പറ്റി? ആരിൽ നിന്ന് അതിന്റെ പങ്ക് പറ്റി? ഗോവർദ്ധന്റെ കയ്യിൽ നിന്നാണോ, പങ്കജ് ഭണ്ഡാരിയുടെ കയ്യിൽ നിന്നോ, അതോ പോറ്റി തന്നെ നേരിട്ട് കൊടുത്തതാണോ?